ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകളുടെ വിവാഹം മുടങ്ങിയതിൽ ജയപാലന് കാവേരിനോട് തീരാത്ത പക വരികയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇനി കാവേരിനെ നശിപ്പിക്കണം, കാവേരിനെ കുടുംബത്തിനെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത ജയപാലിൻ്റെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ കാവേരി ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ജയപാലിൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാവേരിനോട് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ജയപാലൻ എത്താണ്. ഇതേ സമയം കാവേരിയും കുടുംബമാണെന്നുണ്ടെങ്കിൽ ആ വാടക വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ നരേൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കാൻ വന്നത്. അതായത് നരേൻ്റെ കാമുകി താമസിച്ചിരുന്ന ആ ഒരു വീടാണ്. അവിടെ വേറെ ആരും വന്ന് താമസിക്കുന്നത് നരേന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നരേൻ ആദ്യം കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷേ അരവിന്ദൻ്റെ കുടുംബമാണെന്ന് പറയുമ്പോൾ നരേന് കുറച്ച് സഹതാപം ഉണ്ട് അവരോട്. കാരണം അറിയാതെയാണെന്നെങ്കിലും അവർ കൂടെ ഒരു തോട്ടം നഷ്ടപ്പെടാൻ കാരണമായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നരേൻ അവസാനം സമ്മതിക്കുകയാണ് കേട്ടോ അവരവിടെ താമസിക്കാനായിട്ട്. അപ്പോൾ മുത്തശ്ശിനെയൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് അടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ കാവേരിനെ കണ്ട ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവാണ്. ഇതേ സമയം ജയപാലനാണെന്നുണ്ടെങ്കിൽ ഇവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നരേനെ വിളിക്കുകയാണ് കേട്ടോ. അത് നരേനെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. എത്രയും പെട്ടെന്ന് തന്നെ കാവേരിനെയും കുടുംബത്തിനെയും അവിടെ നിന്ന് ഇറക്കി വിടണം. അതല്ല ഇനി ഇറക്കി വിട്ടില്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ഒടിയും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ജയപാലനോട് നരേൻ പറയുന്നത്, നീ ഇങ്ങോട്ട് വാടാ ജയപാല, നിനക്ക് ഉള്ളത് ഞാൻ തരാടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു പറയാൻ കേട്ടോ. അതായത് കാവേരിക്കും കുടുംബത്തിനും ഇനി ഒരു ആപത്തും വരാതെ നരേൻ നോക്കുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ കാവേരിയും കുടുംബമൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിനായിട്ട് അമ്പലത്തിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയും ശാരദയും കാവേരിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ശാരദനോട് പറയുന്നുണ്ട്, എനിക്ക് കാവേരി മോളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം നരേൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവാഹം നടക്കുന്നതിൻ്റെ അന്ന് തന്നെ പെൺകുട്ടിയെ കാണാതായി. ആ പെൺകുട്ടി എവിടേക്കോ പോയി. അതിനുശേഷം പിന്നീട് അവന് വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താണ് ആളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ നരേന്നാണ് പേരെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നെക്സ്റ്റ് വീക്കിൽ പ്രമോ ഉള്ളത്.